ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ സൂപ്പാണ്. അപ്പോൾ ചിക്കനൊന്നും ചേർക്കാതെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ ഈ സൂപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഈ സൂപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ഞാൻ കോൺ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ തന്നെ ആക്കി വെക്കുക, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ബട്ടർ മെൽറ്റ് ആയിരുമ്പോൾ നമുക്കൊരു ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി ചേർക്കുമ്പോൾ ഈ സൂപ്പിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ചേർക്കുക. എന്നിട്ട് നല്ലോണം അതൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ജിഞ്ചറൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒനിയൻ്റെ വൈറ്റ് പാർട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ്. അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 2 ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോൺ സൂപ്പിന് ചിക്കൻ്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ചിക്കൻ ഇല്ലെങ്കിലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ചിക്കൻ സ്റ്റോക്കൊക്കെ ബട്ടറിലൊന്ന് നല്ലോണം വഴന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ക്രീം സ്റ്റൈൽ സ്വീറ്റ് കോണാണ്. അപ്പോൾ നിങ്ങളടുത്ത് സാധാ കോണാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ടിന്ന് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി ക്രഷ് ചെയ്ത് കിട്ടുന്ന സ്വീറ്റ് കോണാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ സ്വീറ്റ് കോൺ ഓൾറെഡി വെന്തതായതുകൊണ്ട് അധികം നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് വഴറ്റിയിട്ടെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള സ്വീറ്റ് കോണൊക്കെ നല്ലോണം തിളച്ച് നമ്മൾ ആ ചിക്കൻ സ്റ്റോക്കിലൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല ഇളക്കിയിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ ബോയിൽ ചെയ്തെടുക്കുക. ഒരു 5 to 8 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. ഇതൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കൊരു 5 മിനിറ്റ് തിളക്കാൻ വെക്കുക. ഇതിൽ ഓൾറെഡി ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പുള്ളത് കൊണ്ട് ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണം അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൂട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പ്ലസ് 1 ടീസ്പൂണും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് നിങ്ങൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോൺഫ്ലവറിൻ്റെ കൂട്ടി ചേർക്കുമ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതുവരെ കുറുക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറിയും കിട്ടണം, ഒന്ന് ഇത് കുറുകിയിട്ടും വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സൂപ്പ് നമുക്ക് തിക്കായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ടൊരു 4 എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് എല്ലായിടത്തും നമ്മൾ എഗ് വൈറ്റ് മിക്സാക്കി കിട്ടുകയുള്ളൂ. ഒറ്റയടിക്ക് ചേർത്ത് കൊടുത്താൽ എഗ് വൈറ്റിൻ്റെ ആ കട്ട പോലെ കിടക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് നൂല് പോലെ കിട്ടണമെങ്കിൽ കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുത്താൽ മതി. എഗ് വൈറ്റ് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അധികം പതപ്പിച്ചിട്ട് എടുക്കരുത്. അങ്ങനെ എടുത്താൽ നമ്മൾ ഇതിലോട്ട് ചേർക്കുമ്പോൾ നമ്മൾ സൂപ്പ് പതഞ്ഞ് വരും, അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അഥവാ അങ്ങനെ പതഞ്ഞ് വരാണെങ്കിൽ ആ മുകൾ ഭാഗം ഒന്ന് നിങ്ങൾ മാറ്റി കൊടുക്കണം. അപ്പോഴാണ് സൂപ്പിന് കാണാൻ ഭംഗി, കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സൂപ്പ് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പ് കുടിക്കുന്ന സമയത്ത് പെപ്പർ വേണമെങ്കിൽ ചേർക്കുക, കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് കുടിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പെപ്പറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് കോൺ സൂപ്പാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.